സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒന്ന് തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 11, 12, 13, 14. ഒന്ന് തിമോത്തിയോസ് 6-ാം അധ്യായം 11, 12, 13, 14 ഞാൻ വായിക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പച്ചാ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ ഇത്രത്തോളം കൊണ്ടിരുന്നതിനെ നന്ദി പിതാവേ. ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏവരെയും ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പ സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പച്ചാ സ്തോത്രം അപ്പ. വചനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുകയാൽ, രൂപാന്തരത്തിന് കാരണമായി തീരുകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണം കർത്താവേ. അപ്പയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ ക്ഷീണത്തിൽ ഞങ്ങൾ എല്ലാവരും വിടുവിച്ച് കർത്താവേ. അപ്പൊ ഞാൻ സ്തോത്രം ഉന്മേഷത്തോടെ ഉണർവോടുകൂടി ഞങ്ങൾ ആയിരിക്കാൻ ദൈവം കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അപ്പാ നീ സംസാരിക്കുന്നതേക്കായി നീ താഴ്ത്തി താഴ്ത്തി സമർപ്പിക്കുക അപ്പായി. എല്ലാ മഹത്വം ഞങ്ങളുടെ യേശു അപ്പച്ചന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. നന്ദി അപ്പ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മളിവിടെ ഇന്ന് ചിന്തിക്കാൻ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള വചനഭാഗം എൻ്റെ 12-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം കൂടി ചേർത്താൻ. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. അപ്പൊ അതിന്റെ മുമ്പിലും 11-ാമത്തെ വാക്യത്തിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. 12-ൽ പറയുന്നു വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഇതിൽ എന്ത് പിടിക്കണം? നിത്യജീവനെ പിടിച്ചുകൊള്ളണം. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നമുക്കറിയാം ഈ തിമോത്തിയോസിന്റെ ഇത് അപ്പോസ്തലനായ പൗലോസ് പേഴ്സണലായിട്ട് എഴുതിയൊരു ഇടയ ലേഖനമാണ്. ഇത് തിമോത്തിയോസിനായിട്ട് എഴുതിയ ഒരു ലേഖനമാണിത്. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ ഗ്രൂപ്പിലുള്ളവരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ധനത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഈ ഭാഗത്ത് വരുമ്പോൾ പറയുവാണ് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളണം. അപ്പൊ നല്ല പോർ വിശ്വാസത്തിന്റെ പൊരുതണം. പിടിക്കേണ്ട കാര്യം എന്നതാ? നിത്യജീവനെ പിടിച്ചുകൊള്ളണം. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഞാൻ ആ ഭാഗത്തിന്റെ ഇംഗ്ലീഷ് വായിക്കാമേ. ഹോൾ ടൈറ്റ്ലി ടു ദി എറ്റേണൽ ലൈഫ് to which God has called you, which you have declared so well before many witnesses. Amen. എന്നിട്ട് പറയാം. Hold tightly to the eternal life to which God has called you, which you have declared so well before many witnesses. ആമേൻ. അതായത് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഈ നിത്യജീവനെ കുറിച്ച് നീ ഒത്തിരി പേരുടെ മുമ്പാകെ നീ ഇത് ടെസ്റ്റിമണി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആമേൻ. അനേകരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം, നിത്യജീവനെ കുറിച്ചുള്ള സാക്ഷ്യം, ഈ കാര്യം നല്ല ടെസ്റ്റ് മണി അനേകരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിത്യജീവനെ മുറുകെ പിടിച്ചോണം. ഈ കാര്യം തന്നെ അനേകരുടെ മുമ്പിൽ വിച്ച് യു ഹാവ് ഡിക്ലെയർഡ് സോ വെൽ ബിഫോർ മെനി വിറ്റ്നസസ്, അനേക സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗുഡ് കൺഫെഷൻ, നല്ല ടെസ്റ്റ് മണി അല്ലെങ്കിൽ നല്ല ഏറ്റുപറച്ചിൽ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നല്ല ഏറ്റുപറച്ചിൽ, നമ്മൾ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് പറയാണ് 13-ാമത്തെ വാക്യം, നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. അപ്പൊ ഇത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഇത് കണ്ടിന്യൂ ചെയ്തോണം. എന്നിട്ട് പിന്നെ പറയുവാണ്, സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച് ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച്. കണ്ടോ, ഈ തിമോത്തിയോസ് അനേകരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ഏൽപ്പിക്കുന്ന. ആരുടെ സന്നിധിയിൽ വെച്ച് അല്ലെങ്കിൽ
അവിടെ പറഞ്ഞിരിക്കുന്ന ആരെ സാക്ഷി വെച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച്. ആമേൻ. അപ്പൊ ഒരു മോഡലായിട്ട് പറയുവാണ്, നീ അനേകരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സാക്ഷ്യം നടത്തിയ യേശുവിന്റെ സാക്ഷി നിർത്തിക്കാനാണ് പറയുന്നത്. ഹാലലൂയ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് ആഗ്രഹിക്കുന്ന തിമോത്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഹാലലൂയ, നിന്റെ ഈ സാക്ഷ്യം, ഈ നല്ല ഗുഡ് കൺഫെഷൻ ജീവിതത്തിലെ അവസാനം വരെയും. എന്നിട്ട് പിന്നെ പറയുന്നത്, പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച് നല്ല ടെസ്റ്റിമണി പറഞ്ഞ് നല്ല ഏറ്റുപറച്ചിൽ നടത്തിയ ഈ യേശുവിനെ സാക്ഷീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ ആ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പാണ് പീലാത്തോസിന്റെ വിസ്താരങ്ങളെല്ലാം നടക്കുന്നത്, അല്ലേ? ആ സാഹചര്യത്തിൽ വെച്ച് കർത്താവ് എങ്ങനെ ഏറ്റുപറഞ്ഞു, എങ്ങനെ മറുപടി പറഞ്ഞു, അതുപോലെ തന്നെ നിന്റെ കൺഫെഷൻ സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമാണെങ്കിലും ഈ ഏറ്റുപറച്ചിൽ മാറ്റി പറയരുത്. ആമേൻ. നല്ല സാക്ഷ്യം അവസാനം വരെ ഉണ്ടായിരിക്കണം എന്ന് തിമോത്തിയോസിനോട് അപ്പോസ്തലനെ പൗലോസ് ഉറപ്പിച്ച് പറയാം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്, യേശു കർത്താവ് എങ്ങനെ പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ചു, നല്ല ടെസ്റ്റിമണി തന്നെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ആര് നിൽക്കണം? തിമോത്തിയോസ് നിന്നോണം. ഹാലലൂയ. അപ്പം നമുക്കറിയാം യേശു പീലാത്തോസിന്റെ മുമ്പിൽ എങ്ങനെയാണ് നല്ല സ്വീകാര്യം കഴിച്ച്. നമ്മളെല്ലാവരും പല ടെസ്റ്റിമണികളും പറഞ്ഞിട്ടുള്ളതാണ്. പലരുടെയും മുമ്പിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട, നമ്മൾ ഇന്നും കേട്ടതാണ്, നമ്മൾ വായ കൊണ്ട് ഏറ്റു പറയുന്നത് നമ്മുടെ രക്ഷയ്ക്കായി കാരണമായത്. അപ്പം നമ്മുടെ നല്ല കൺഫെഷന് ഭയങ്കര പവറുണ്ട്. ഹാലലൂയ. നമ്മൾ രക്ഷപ്പെടുന്നത് തന്നെ രക്ഷയ്ക്കായിട്ട് തന്നെ നമ്മൾ കർത്താവ്, ഹാലലൂയ, യേശു കർത്താവ് നമ്മുടെ ദൈവം നമ്മൾ ഏറ്റു പറയുമ്പോൾ, യേശു അപ്പച്ചൻ എൻ്റെ രക്ഷകനാണ് നമ്മൾ പറയുമ്പോൾ, ഹാലലൂയ, നമ്മളത് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു വാഗോട്ട് ഏറ്റു പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമെങ്കിൽ നമ്മുടെ കൺഫെഷനകത്ത് പവറുണ്ട്. ആമേൻ. നമ്മുടെ കൺഫെഷൻ അപ്പം നല്ല കൺഫെഷൻ ആയിരിക്കണം. സാഹചര്യങ്ങൾ അനുസരിച്ചല്ല നമ്മൾ കൺഫസ് ചെയ്യേണ്ടത്. നമ്മൾ കൺഫസ് ചെയ്യേണ്ടത് ദൈവവചനത്തിൽ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അങ്ങനെ തന്നെ വേണം നമ്മൾ കാണാൻ. അങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾക്ക് അതനുസരിച്ചുള്ള ടെസ്റ്റിമണി പറയാനും പറ്റത്തില്ല. ആമേൻ. ഹാലലൂയ. അപ്പൊ നമുക്കറിയാം യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ എടുക്കുമ്പോൾ കർത്താവിന്റെ ടെസ്റ്റിമണി ആണല്ലോ സാമ്പിൾ വെച്ചിട്ട് തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം യേശു കർത്താവിന്റെ അവസാനം വരെ എങ്ങനെ കർത്താവ് ജീവിച്ചോ ആ മൊമെന്റിലും എന്തായിരുന്നു കർത്താവിന്റെ സാക്ഷ്യം, തിമോത്തിയോസ് അത് തന്നെ ആയിരിക്കണം. അവസാന നിമിഷത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടി പോയാലും നിന്റെ ടെസ്റ്റിമണി, ആ ടെസ്റ്റിമണിക്കകത്ത് മാറ്റം വരുത്താൻ പാടില്ല. സോ ആ ഗുഡ് കൺഫെഷന് ഭയങ്കര പവറാണ്. അപ്പൊ കർത്താവായ യേശു പീലാത്തോസിന്റെ മുമ്പിൽ കഴിച്ച സ്വീകാര്യം എന്താ, ആ ടെസ്റ്റിമണി എന്താ, കർത്താവിന്റെ ആ സാഹചര്യം എന്തായിരുന്നു, നമുക്ക് അതൊന്ന് നോക്കാം. യേശാപ്രവചനം 53, യേശാപ്രവചനം 53 നമ്മൾ വായിക്കുവാണെങ്കിൽ, യേശാപ്രവചനം 53 ആരെങ്കിലും അവിടെ എടുത്തെങ്കിൽ യേശാപ്രവചനം 53 തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോയ കുഞ്ഞാട്ടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. മതി. അപ്പോൾ കർത്താവ് യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. അത് ശരിയാ, കർത്താവ് തന്നെത്താൻ താഴ്ത്തി മിണ്ടാതെ, ഹാലലൂയ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, ആമേൻ, മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അപ്പൊ കർത്താവ് അവിടെ നമുക്കറിയാം വായ തുറക്കാതെ ഇരിക്കുകയാണ്. ഹാലലൂയ, സ്തോത്രം. തന്നെത്താൻ താഴ്ത്തി, എന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. അപ്പം പീഡയുടെ മധ്യത്തില്, ഹാലലൂയ, കർത്താവ്, സ്തോത്രം, അവരുടെ രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹാലലൂയ, അത് എപ്പോഴും അല്ലായിരുന്നു. കർത്താവ് വായ തുറക്കാതിരുന്നു, പക്ഷെ വായ തുറക്കേണ്ട സമയത്ത് കർത്താവ് വാ തുറക്കും. ആമേൻ. അവൻ തന്നെത്താൻ താഴ്ത്തി, ഹല്ലേലൂയ, രോമം കത്തിരിക്ക് മുമ്പാകെ ഈ മിണ്ടാതിരിക്കുന്ന അതൊക്കെ ഇരുന്ന് ശരിയാണ്. പക്ഷേ ഹല്ലേലൂയ, വാ തുറക്കേണ്ട സമയം വന്നപ്പോൾ കർത്താവ് വായ തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഗുഡ് കൺഫെഷൻ. ഹല്ലേലൂയ. അപ്പൊ ഗുഡ് കൺഫെഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെ പമ്മി പൂച്ച പോലെ ഇരിക്കേണ്ടതല്ല.
വാ തുറക്കേണ്ട സമയത്ത് തുറന്നില്ലെങ്കിൽ ആ ഗുഡ് കൺഫെഷൻ ആവത്തില്ല, അത് ശരിയാകിയേനെ. ഹാലലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഹാലലൂയ, സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ, സ്തോത്രം, ഹാലലൂയ, നല്ല കൺഫെഷൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, ഇതുപോലെ ഇരുന്ന കർത്താവിനെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കർത്താവ് എന്താ കൺഫസ് ചെയ്തേ? മത്തായിയുടെ സുവിശേഷം 27:2 ഞാൻ വായിക്കാമേ. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പൊ ഇപ്പൊ കർത്താവിന്റെ അവസ്ഥ എന്നാ? പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരുക. എങ്ങനെയാണ്? ബന്ധിച്ചാ കൊണ്ടുവരുന്നത്. ഓക്കെ, മിണ്ടാതിരിക്കുകയാണ്. ഹാലലൂയ. ഇനി അടുത്ത മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 15 നമ്മൾ നോക്കുമ്പം അതിന്റെ 1 നമ്മൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായ ന്യായാധിപ സംഘം ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പൊ യേശുവിനെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ കൂടെ അത് ഇമാജിൻ ചെയ്തും വരണം. കഥാനെ ബന്ധിച്ച് കെട്ടിക്കൊണ്ടു പോവാണ്. ഹല്ലേലൂയ. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ കാണാം. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ കർത്താവ് നിൽക്കുന്നത് ഇഷ്ടംപോലെ എന്തെല്ലാം കുറ്റങ്ങളാണ് നിന്നെ ചുമത്തുന്നത്. അപ്പൊ ഇത്രയും കുറ്റങ്ങളുടെ മധ്യത്തിലാണ് കർത്താവ് നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 23, ലൂക്കോസിന്റെ സുവിശേഷം 23 നമ്മൾ എടുക്കുമ്പം, ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 1-ഉം 2-ഉം. അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ച് കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്ന വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. ഹാലലൂയ. അപ്പൊ കർത്താവിനെ ബന്ധിച്ച് അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് കെട്ടിക്കൊണ്ടുപോയി എല്ലാവരുടെ കൂട്ടമായിട്ട് ഇങ്ങനെ കുറ്റം ചുമത്തി ഇങ്ങനെയാണ് കർത്താവിനെ കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തില് കർത്താവിന്റെ കൺഫെഷൻ എന്നാ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19-ന്റെ ഹല്ലേലൂയ, സ്തോത്രം. അല്ല, യോഹന്നാന്റെ സുവിശേഷം 18-ആണ്. 18-ന്റെ 33 തൊട്ട് നമ്മൾ വായിക്കുമ്പം നമുക്കൊരു കാര്യം കാണാം. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന്റെ സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നു ഇരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, ഹല്ലേലൂയ. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് വായി തുറക്കാതെ മിണ്ടാതിരിക്കുക. പക്ഷേ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പം പീലാത്തോസ് അവിടുത്തെ നാടുവാഴിയാ, പീലാത്തോസ് അവിടുത്തെ ഗവർണറാ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് കർത്താവിനോട് കൊണ്ടുവന്ന് നിൽക്കുന്ന കെട്ടി എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അവിടെ നിന്ന് ചെറുപറ കുറ്റം ചുമത്തുമ്പം കർത്താവ്, എന്താണേലും ഞാൻ എന്താണേലും എന്നെ ഇവർ പിടിച്ചുപോലും, ഇനി ഞാൻ എന്നാ പറയാന്, പിതാവിന്റെ ഹിതവും അത് തന്നെയാണ്. അപ്പൊ എന്നെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഇനി ഞാൻ എന്തിനാ ഇവൻ രാജാവാണോ ചോദിച്ചാൽ ഞാൻ രാജാവാന്ന് പറയുന്നോണ്ട് വിടുവോ? പക്ഷെ എന്നാലും ഹാലലൂയ, സാഹചര്യങ്ങൾ എന്തുവാട്ടെ, എന്നെ പിടിച്ച് കെട്ടിയാലും ശരി, എത്ര കുറ്റം ചുമത്തിയാലും ശരി, എത്ര പേര് കൂടിക്കൊണ്ടെന്നെ ഏൽപ്പിച്ചാലും ശരി, ഞാൻ രാജാവാണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ വാ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ യഹൂദന്മാരുടെ രാജാവാണോ? അന്നേരം കർത്താവ് തുറന്നു. കാരണം കർത്താവിന്റെ ഐഡന്റിറ്റി അത് തന്നെയാണ്. കർത്താവ് രാജാവ് തന്നെയാണ്. കർത്താവ് യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ്. അത് കുറ്റം ചുമത്തത്തിന്റെ ബേസിസിലോ ആരെങ്കിലും കെട്ടിച്ചാലോ കെട്ടിയിട്ടാലോ ബന്ധിച്ചാലോ എല്ലാവരും കൂടി വന്ന് കുറ്റം ചുമത്തിയാലും അത് മാറത്തില്ല എന്നുള്ളത് കർത്താവിന് ഉറച്ച ബോധ്യമായിരുന്നു. അത് തന്നെയായിരുന്നു കർത്താവ്. എന്നിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ആരോടാ പറയുന്നത്? പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് നാടുവായുടെ മുമ്പിൽ കർത്താവ് പറയാൻ, ഞാൻ രാജാവ് തന്നെയാ. പിന്നെ അടുത്ത്, സത്യത്തിന്റെ സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നു വിരിക്കുന്നു.
ആമേൻ. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, എന്തൊരു ടെസ്റ്റിമണിയാണ് കർത്താവിൻ്റെ. ഞാൻ രാജാവ് തന്നെയാണ്, ഞാൻ എന്തിനാണ് ജനിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ആരൊക്കെ എൻ്റെ വാക്ക് കേൾക്കും. ഇതെല്ലാം ഇപ്പൊ ഈ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നവർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ. എന്താണേലും ശരി, കർത്താവിൻ്റെ ഐഡന്റിറ്റി ഈ സാഹചര്യങ്ങളുടെ ബേസ് വെച്ച് മാറ്റി പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ, ഞാൻ ഇതിന് തന്നെ, ഞാൻ ഹല്ലേലൂയ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ഞാൻ ലോകത്തിൽ വന്നിരിക്കും. ആമേൻ. ഇതാണ് ഗുഡ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആ സാഹചര്യങ്ങളെ വെച്ച് നോക്കി, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ, ഇനിയിപ്പോൾ ഞാനിത് എന്നാ പറഞ്ഞിട്ട് കാര്യം. അങ്ങനെയല്ല. വായി തുറക്കാതിരിക്കേണ്ട സമയത്ത് വായി തുറക്കരുത്, പക്ഷെ വാ തുറക്കേണ്ട സമയത്ത് നമ്മൾ വാ തുറക്കണം. അതാണ് ഗുഡ് കൺഫെഷൻ. ആമേൻ. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടോ പിന്നെയും പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്തെന്ന് പറഞ്ഞു. പിന്നെ യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെയ്യുന്നവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാലും 19-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പറ്റും, അതിന്റെ അടുത്ത ഫേസിലേക്ക് കിടക്കുക. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. ഇത്രയും നേരം കെട്ടി ബന്ധിച്ചു കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അടുത്ത ഫേസിൽ പിന്നെ കർത്താവിനെ അടിച്ചു. പിന്നെ പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കരണത്തടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അടുത്ത് കർത്താവിനെ അടിക്കുന്നു. പിന്നെ എന്നാ, മുള്ളുകൊണ്ട് കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെക്കുന്നു. എന്നിട്ട് കളിയാക്കിയ പറയുന്നത്. അവന്റെ ഇടയ്ക്ക് യഹൂദന്മാർ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ എവിടൊക്കെ അടിക്കുന്ന കരണത്തിട്ടടിക്കുക. അമ്മേ, ബാക്കി അടിക്കുന്നതൊക്കെ പിന്നെ കുഴപ്പമില്ല. ഇവിടെ അടിക്കുന്നത് ഒരു ശകലം വേദന പ്ലസ് ഷെയിം ഉള്ള ഒരു സ്ഥലമാണിത്. ആമേൻ. ഹാലേലൂയ. അത് നമുക്ക് അങ്ങനെ ഒന്നും പിടിക്കുന്ന കാര്യമല്ല. മിക്ക വീടുകളിലും ഈസി ആയിട്ട് കിട്ടുന്ന സ്ഥലമാണിത്. ഹാലേലൂയ. അങ്ങനെ എങ്ങും നടക്കാതിരിക്കട്ടെ, സ്തോത്രം. ആമേൻ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ കർത്താവിന്റെ തലയില് വേറെ മുൾക്കിരീടമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി മോക്ക് ചെയ്ത് അടിപ്പിച്ച് വേദനിപ്പിച്ച് മുൾക്കിരീടം വെക്കുമ്പോൾ എന്തുമാത്രം ബ്ലീഡിങ് ഉണ്ടാവും. എന്നാലും ധൂമ്ര വസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അങ്ങനെ കരണത്തടിച്ചുകൊണ്ട് നിൽക്കാം. അപ്പം എന്നിട്ട് പിന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഒരു ക്രൂശിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പീലാത്തോസ് അടുത്ത ചോദ്യം ചോദിക്കുക. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കാൻ അധികാരമുണ്ടെന്നും. അതിന്റെ 10-ാമത്തെ വാക്യം 19-10. എനിക്ക് നിന്നെ ക്രൂശിക്കാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്ത കൺഫെഷൻ കണ്ടോ? ഹല്ലേലൂയ. യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചതിന് അധികം പാപമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ കർത്താവ് പറയാണ്, പീലാത്തോസേ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ കിട്ടത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവരുടെ ആരുടെ മിടുക്കല്ല ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം അറിയാതെ ഞാനിവിടെ നിൽക്കത്തില്ല. എൻ്റെ ദൈവം നിനക്ക് അതിൽ അധികാരം തരാതെ നിനക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ഹിതകരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ആമേൻ. അത് എത്ര വേദനയുടെ സാഹചര്യമാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, തലയിലിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവാണെന്ന് കർത്താവ് കൺഫസ് ചെയ്ത് എന്നിട്ട് തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുമ്പോഴും വേദനയുടെ സമയത്തും കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും മാറ്റാൻ താല്പര്യമില്ല. കർത്താവ് അത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറയാണ്, പീലാത്തോസിനോട് പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഭരിക്കാൻ നിനക്ക് ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം ഇതൊന്നും നടക്കുന്ന കാര്യം അല്ല. ഈ തിരിച്ചറിവ് യേശുവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം സകല അധികാരങ്ങളും ദൈവത്താലാണെന്നും ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും പറ്റത്തില്ലെന്നും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഗുഡ് കൺഫെഷനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആമേൻ. അതല്ലാതെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ മേൽ അധികാരമുള്ളവർ അത് ആരായിക്കോട്ടെ, ഏത് രീതിയിൽ നിൽക്കുന്നവരായിരിക്കട്ടെ, നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നിടത്തോളം കാലം ചില കാര്യങ്ങൾ പറയേണ്ടയിടത്ത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ആമേ. അതിപ്പോ ഒരു ഗവർണർ ആണെന്ന് പറഞ്ഞാലും ശരി, എവിടെ നിൽക്കുന്ന ഏത് വലിയ ആളാന്ന് പറഞ്ഞാലും ശരി, നമ്മളുടെ ജീവിതത്തിനകത്ത് കൺഫസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ കുഴവഴാ നിന്ന് കോംപ്രമൈസ് ചെയ്യാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം.
ആമേൻ. അതാണ് അപ്പസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. തിമോത്തിയോസെ, പീലാത്തോസിന്റെ മുമ്പിൽ നല്ല ടെസ്റ്റ് മണി കഴിച്ച് യേശുവിനെ സാക്ഷിയാക്കി നിർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു മോഡൽ കൊടുക്കുവാണ്. അത്രയും വേദനയുടെയും അത്രയും പ്രയാസത്തിന്റെയും തലയിൽ മുൾക്കിരീടമൊക്കെ വെച്ച് അടുപ്പിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന സ്ഥാനത്തും കർത്താവ് പറഞ്ഞ കർത്താവിന്റെ മിഷൻ എന്താണ്, കർത്താവ് എന്തിനു വേണ്ടി നിൽക്കുന്നു, കർത്താവ് ആരാണെന്ന്, ഇതെല്ലാം കർത്താവ് വാ തുറക്കാതെ പീലാത്തോസേ എന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നിന്നില്ല. വാ തുറക്കേണ്ട സമയത്ത് വാ തുറന്ന് അത് പ്രൊക്ലെയിം ചെയ്തിട്ടാണ് കർത്താവ് ബാക്കി മിഷനിലേക്ക് പോയത്. ഹല്ലേലൂയ, സ്തോത്രം. അത് കാരണം എന്നാ പറ്റി? പീലാത്തോസ് നോക്കിക്കേ, അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ കാണാം, കർത്താവിനെ ക്രൂശിൽ അവിടെ അപ്പുറത്തും ഇപ്പുറത്ത് യേശുവിനെ പിന്നെ അവിടെ 18 അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്ത് യേശുവിന്റെ നടുവിലുമായി ക്രൂശിച്ചു. എന്നിട്ടോ പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. അടുത്ത വാക്യം കേട്ടോണേ. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. എൻ്റെ താഴെ, ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി, ഫിനിഷ്, ക്ലാസ്. ഞാൻ സ്തോത്രം. പീലാത്തോസ് എന്താ എഴുതിയത്? ഹല്ലേലൂയ. മേലിൽ നിന്ന് കൊടുക്കാതെ, പീലാത്തോസെ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. നീ ഇത്രയും വിസ്താരണയും വിചാരണയും ഇത്രയും പരിഹാസവും നിന്നയുടെ മധ്യത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞ കാര്യം എന്നാ? അതെ, ഞാൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. തലയിൽ മുൾക്കിരീടാണ് ഇരിക്കുന്നെങ്കിലും ഇതിലേക്കൂടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും അടിക്കുന്നുണ്ടെങ്കിലും ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ഞാൻ രാജാവ് തന്നെ. ആമേൻ. അതെ, ഞാൻ രാജാവ് തന്നെ. ഹല്ലേലൂയ. ഈ കൺഫെഷന്റെ റിസൾട്ട് കണ്ടോ? പീലാത്തോസിന് വേറൊന്നും എഴുതാൻ പറ്റിയില്ല. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ആമേൻ. ഹല്ലേലൂയ. മേലെഴുത്തും അവസ്ഥയും തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടോ? ഇല്ല. ക്രൂശേ കിടക്കുന്നുണ്ട്. പക്ഷെ മേളിലെ എഴുത്തെന്താ? നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. പക്ഷെ കർത്താവിനത് വിഷയം അവിടെ അത് എത്ര ഭാഷയില്? എബ്രായ, റോമ, യവന, 3 ഭാഷയില്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന, ഇത് നഗരത്തിന് സമീപമാകൽ അനേക യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കേണ്ടത് പോലെ കൺഫസ് ചെയ്യേണ്ട സമയത്ത് കൺഫസ് ചെയ്താൽ, ഹല്ലേലൂയ, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ആമേൻ. നമ്മളായിട്ട് പറയേണ്ടവരുടെ അടുത്ത് നിന്ന് പറയേണ്ടതുപോലെ പറഞ്ഞാൽ അത് എത്തേണ്ടവരുടെ അടുത്ത് എത്തിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ദൈവം അത് ചെയ്തോളും. ആമേൻ. പക്ഷെ നമ്മൾ കുഴവഴാൻ നിന്നാൽ, ദൈവവചന വ്യവസ്ഥയ്ക്ക് മാറി നിന്നാൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നമ്മൾ വേണ്ടാത്തത് കൺഫസ് ചെയ്താൽ ദൈവനാമം ദൂഷിക്കപ്പെടത്തേ ഉള്ളൂ. ആമേൻ. പക്ഷെ അതിന് പകരം പീലാത്തോസിന് വേറൊന്നും എഴുതാൻ പറ്റില്ല. കാരണം ഈ വിസ്താരണയുടെ എല്ലാ മധ്യത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ രാജാവ് തന്നെ. ഹല്ലേലൂയ. ഞാൻ രാജാവ് തന്നെ. ഹല്ലേലൂയ. അത് നീ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ സ്റ്റാറ്റസ് മാറത്തേയില്ല. എൻ്റെ സിറ്റുവേഷൻ അല്ല എൻ്റെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആമേൻ. ക്രൂശിന്റെ മേളിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിലും ഡസൻറ്റ് മാറ്റർ, ഐ ആം സ്റ്റിൽ ദ കിങ് ഓഫ് ജൂസ്. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണേലും ഇതൊന്നും അല്ല നമ്മൾ ആരെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ആമേൻ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടാണ് നമ്മുടെ അവസ്ഥകളും നമ്മുടെ കാര്യങ്ങളൊക്കെ വിവരിക്കുകയും മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യുന്നത്. അല്ലെ? കർത്താവ് നോക്കിക്കേ, കർത്താവിന്റെ ജനനം എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ഇതാ നിങ്ങൾക്ക് ആ ഒരു രക്ഷകൻ. ആ രക്ഷകൻ വന്നിരിക്കുന്നത് എങ്ങനെയാ? എന്നിട്ട് പശുത്തൊട്ടിയിൽ കിടക്കും. അപ്പൊ രക്ഷകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ദൂതന്മാര്, പക്ഷെ എവിടെ ഇരിക്കുന്നെന്നാ പറയുന്നത്. അപ്പൊ രക്ഷകൻ വരുമ്പോ വലിയ ലൈറ്റും വെളിച്ചമൊക്കെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും രക്ഷകൻ വന്നിരിക്കുന്നത്. രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന രക്ഷകനെ കാണാൻ കണ്ട് അവിടെ എവിടെയാ? പശുത്തൊട്ടിയിലെ കാണിച്ചു, അവിടെയാന്നാ പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കിടത്തി രാജാവായി. എന്നിട്ട് വൈസ്മാൻ വന്ന എങ്ങനെയാ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവാകാൻ പോകുന്നവനല്ല, രാജാവായിട്ട് തന്നെ പിറന്നവൻ. അപ്പൊ പിറന്ന എവിടെയാ? പശുത്തൊട്ടിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കർത്താവിന്റെ ജനനം എവിടെയായിരുന്നു? പശുത്തൊട്ടിയിലായിരുന്നു. വളർന്നു വന്ന നസ്രായൻ എന്നാണ് വിളിക്കപ്പെട്ടത്. ക്രൂശിന് മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവ്, പക്ഷെ കിടക്കുന്നത് ക്രൂശൻ. ആമേൻ. പക്ഷെ അവൻ എന്നാലും രാജാവ് തന്നെ. അവൻ രാജാധി രാജാവ് തന്നെയാണ് കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വരുന്നുണ്ട് രാജാധി രാജാവായിട്ട്. ഹല്ലേലൂയ. പക്ഷെ എന്നാലും ഈ ഭൂമിയിലെ ഈ അവസ്ഥകളോ കർത്താവ് കടന്നുപോയ അവസ്ഥകളോ ഒന്നും വെച്ചിട്ടില്ല കർത്താവിന്റെ ഐഡന്റിറ്റി ഈ സാഹചര്യങ്ങൾ നിമിത്തം മാറുന്നേ ഇല്ല. നമ്മളും ഇത് തിരിച്ചറിയണം.
ആമേൻ. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ ഇല്ല, നമ്മൾ ദൈവ പൈതൽ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ഗൈഡൻസ് കിട്ടുന്നവരാണ്. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണോ ദൈവം തരുന്നത്? ഇങ്ങനെ പല പല കാര്യങ്ങളും പലരും പറയും. നമ്മൾ എന്നാ പറയേണ്ടത്? ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാ. ആമേൻ. അതിന് മാറ്റമില്ല. എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് മാറ്റമില്ല, അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. ഞാൻ അവൻ്റെ പൈതൽ തന്നെയാണ്. ആമേൻ. എൻ്റെ ദൈവം നന്മയ്ക്കല്ലാതെ വേറൊന്നും എൻ്റെ പിതാവ് ചെയ്യത്തുമില്ല. ആമേൻ. ഈ കൺഫെഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലാതെ അവരും പറയുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാകുവാൻ അല്ല. സ്തോത്രം. കർത്താവ് ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം ക്രൂശിക്കപ്പെടും. ഹാലലൂയ. എന്നാലും ഞാൻ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഇത് തന്നെ പറയത്തുള്ളൂ, രാജാവ് തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാ മരിക്കാൻ പോലെ ഇനിയിപ്പോൾ ഇവനോട് ഇത് പറഞ്ഞു വെച്ച് മരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാലും എന്നോട് ചോദിച്ചാൽ എൻ്റെ കൺഫെഷൻ ഇതായിരിക്കും, ഞാൻ രാജാവ് തന്നെയാണ്. ആമേൻ. ശകല സമയം കഴിഞ്ഞൊരു ക്രൂശിക്കും, പക്ഷെ അതിന് മുമ്പ് ചോദിച്ചപ്പോഴും കർത്താവ് പറയുന്നത് ഇല്ല, മിണ്ടായിരിക്കുമല്ല. അവൻ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു. അതിനൊരു സമയം. പക്ഷെ ഈ വിഷയത്തിൽ മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആമേൻ. പീലാത്തോസിന് അവസാനം ഇത് എഴുതിയേ പറ്റുള്ളൂ. അവനെ കൊണ്ട് എഴുതിപ്പിച്ച്, പലരെ കൊണ്ട് അത് കർത്താവ് വായിപ്പിച്ചു. ഇവൻ തന്നെ രാജാവ്, ഇനി ലിറ്ററലായിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് വരും. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ തലയിൽ ഹല്ലേലൂയ പല മുള്ളുകളും നമുക്ക് കയറുന്ന പോലത്തെ ചിന്തകൾ വരുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിലും, വേദനയുടെ, കുറ്റപ്പെടുത്തലുകളുടെ, നിന്ദയുടെ സാഹചര്യമാണെങ്കിലും നമ്മൾ ദൈവത്തിന്റെ മക്കളെ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് തന്നെയാണ്. നമ്മൾ എന്താകുമെന്നോ, ദൈവം എന്ത് നമുക്ക് നൽകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, അത് തന്നെ നമ്മളാകും. ഇപ്പം മറ്റുള്ളവരുടെ കളിയാക്കലിന്റെ മുമ്പിലോ മറ്റുള്ളവരുടെ നിന്ദയുടെ, പരിഹാസത്തിന്റെ, ദുഷിയുടെ മധ്യത്തിൽ നമ്മൾ നമ്മുടെ കൺഫെഷൻ ചീത്തയാക്കി പറയരുത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല കൺഫെഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ നല്ലൊരു കൺഫെഷൻ നടത്തിയ ഒരാളാണ് ഇയ്യോബ്. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നു. ആമേൻ. യോബിന്റെ ആ ഒരു ഭാഗം നമുക്ക് എടുക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 21, 22. നഗ്നനായ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോവും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ആമേൻ. ഭോഷത്വം ആരോപിച്ചില്ല. അപ്പൊ ഭോഷത്വം ആരോപിക്കാത്ത കൺഫെഷനാണ് ഇയ്യോബ് നടത്തുന്നത്. പിന്നെ അതിന്റെ താഴെ അതിന്റെ അടുത്ത അധ്യായത്തിനകത്ത്, രണ്ടാം അധ്യായത്തിനകത്ത് അതിൻ്റെ 9, 10, അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നവർ സംസാരിക്കും, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയെ കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞ് ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ആമേൻ. ഇയ്യോബ് ഇത്രയും വേദനയുടെ, പ്രയാസത്തിന്റെ മധ്യത്തിലൊക്കെ കടന്നു പോകണം. പക്ഷെ ഇയ്യോബ് ഒരു കാര്യം പറയും, നീ പൊട്ടി സംസാരിക്കുന്നവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോബിന്റെ കൺഫെഷൻ നല്ലൊരു കൺഫെഷൻ ആയിരുന്നു. ആമേൻ. അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല. അപ്പം ചീത്ത കൺഫെഷൻ ചെയ്തതിന്റെ എക്സാമ്പിളാണ് ഒരു ഭാര്യ. എന്തുവാ? ദൈവത്തെ ത്യജിച്ച് കളയിച്ച് അവിടെ ഇരുന്നോളാനും പറയുന്നില്ല, പോയി ചത്തോളാനും പറയുന്നത്, പോയി മരിച്ചു കളയാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നല്ല കൺഫെഷൻ അല്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവിടെയും ഉണ്ടായിരുന്ന ഗുഡ് കൺഫെഷനും ബാഡ് കൺഫെഷൻ. ഗുഡ് കൺഫെഷൻ ആരുടെ ആയിരുന്നു? കാലേബിന്റെ, ജോഷുവയുടെ. അല്ലേ? കാലേബ് എന്നെ പറഞ്ഞു, ആ മല എനിക്ക് തരിക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. മറ്റുള്ളവർ അയ്യോ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തിനാണോ പോകുന്നത്, ഞങ്ങളെല്ലാം ഇവിടെ പെട്ടുപോകും പറഞ്ഞ് അവിടെ പോയി. ഹല്ലേലൂയ. എന്ത് കൺഫസ് ചെയ്തുകൊണ്ടിരുന്നു, അവരവിടെ തന്നെ പെട്ടു. ഞങ്ങൾ മരുഭൂമി പെട്ടുപോകും ഇത് പറഞ്ഞാൽ അവിടെ തന്നെ പെട്ടു. ഹല്ലേലൂയ. പക്ഷേ വേറൊരു ഹാർട്ട്, വേറൊരു കൺവിക്ഷൻ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? കേലബിനൊക്കെ. അപ്പൊ അവരെവിടെ എത്തി? ഹല്ലേലൂയ, സ്തോത്രം. അവരെന്ത് കൺഫസ് ചെയ്തോ അതവർ നേടി, അവിടെ അവരെത്തി. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ മഹത്വം. നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൺഫസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ കൺഫസ് ചെയ്യണം. അത് നല്ല കൺഫെഷൻ ആയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം.
അതുപോലെ നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ വന്ന കൺഫെഷൻ, അത് നല്ല കൺഫെഷൻ ആണോ? പത്രോസ് തള്ളി പറഞ്ഞത് നല്ല കൺഫെഷൻ ആയിരുന്നോ, അതോ അത് ചീത്ത കൺഫെഷൻ ആയിരുന്നു? ഹല്ലേലൂയ, ആമേൻ. അത് അരുതാത്ത ഒരു കൺഫെഷൻ ആയിരുന്നു, പക്ഷെ പറ്റിപ്പോയി. ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം നമുക്ക് ഒന്ന് വായിക്കാം, 26. മത്തായി 26-ന്റെ 26-ന്റെ അതിന്റെ 70, 71, 72, 73 അവിടെ വരെ വായിക്കാൻ നമുക്കറിയാം. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീ ഗലീലക്കാരനെ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവന് നസറായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു. 73 പറയുന്നത്, അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കൊഴുകുപോയി. എന്താ കൺഫ്യൂഷൻ എന്നൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാലും പോട്ടെന്ന് വെക്കാം, ആണയിടുവാനും തുടങ്ങി. സത്യമായിട്ട് നമ്മൾ പണ്ടൊക്കെ പറയല, അവരാണ് സത്യം, ഇവരാണ് സത്യം, അതാണ് സത്യം, ഇതാണ് എന്ന് നമുക്കറിയത്തില്ല എങ്ങനെയാ പത്രോസ് ആണ ഇട്ടേന്ന്. പക്ഷെ ആണ വരെ ഇട്ട് എന്താ കൺഫെഷനാന്ന് നോക്കി, അപകടം പിടിച്ചൊരു കൺഫെഷൻ ആയിരുന്നു. ആ കൺഫെഷൻ വന്നതിന്റെ കാരണം സാത്താൻ ഇട്ട് പാറ്റിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതിനാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, വീണ്ടും തിരിച്ചു വന്ന് സഹോദരന്മാരെ യഥാസ്ഥാനപ്പെടുത്താൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ഈ ഇതുപോലത്തെ കൺഫെഷൻ അപകടം പിടിച്ച കൺഫെഷൻ തിരിച്ച് കൺഫസ് ചെയ്യേണ്ടി വന്നു. പിന്നീട്, നീ എന്നെ സ്നേഹിക്കുന്നോ കർത്താവേ, നീ അറിയത് കർത്താവെന്ന് പറയിപ്പിക്കുമായിരുന്നു. പത്രോസേ, നീ ഇതിലെല്ലാം അധികം എന്നെ സ്നേഹിക്കുന്നോ? കർത്താവ് കൺഫസ് ചെയ്യിപ്പിക്കുകയാണ് പത്രോസിനെ കൊണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ കർത്താവെ, നീ അറിയും. പിന്നെ പത്രോസ് പിന്നെ കരഞ്ഞു. അപ്പുറത്ത് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാം. പത്രോസ് അവസാനം ഗുഡ് കൺഫെഷൻ യേശുവിനെ പത്രോസിനെ കൊണ്ട് പറയിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന മലാക്കി. ഇതൊരു വായിച്ചിട്ട് നമുക്ക് നിർത്താം. മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. മലാക്കി 3, മലാക്കി 3-ന്റെ 13 തൊട്ട് 16 വരെ. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറപ്പുടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈനികന്റെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ? ഹല്ലേലൂയ, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നില്ല, സൈനികരുടെ യഹോവയുടെ കറുപ്പെടുത്ത് നടക്കാൻ എന്താ പ്രയോജനം? എന്ത് ഗുണം ഇങ്ങനെ ദൈവത്തെ സേവിച്ച് നടന്നിട്ട്? ഒരു ഗുണവുമില്ല എന്നൊരു കൂട്ടർ പറയുമ്പം വേറൊരു കൂട്ടർ പറയുന്നത് എന്നാ? യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ആമേൻ, ഹല്ലേലൂയ. അപ്പം യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താ? അത് നല്ല കൺഫെഷനാണ്. നമ്മുടെ കർത്താവ് വഴി നടത്തുമെന്നേ. ഇവർ ദുഷ്പ്രവർത്തിക്കാർ തൽക്കാലം ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അത് അധിക നാളൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. കർത്താവ് നല്ലവനാ. ഇങ്ങനെ നല്ല കാര്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. നമ്മുടെ ദൈവം നീതിമാനാ, നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഇതൊക്കെ ആയിരിക്കും യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോ ഈ കൺഫെഷനൊക്കെ ആരാ കേൾക്കുന്നേ? ഹല്ലേലൂയ. അവിടെ യഹോവ കേട്ടു എന്നല്ല, യഹോവ ശ്രദ്ധ
വെച്ച് കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കൺഫെഷനും കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുക. എപ്പോഴാ? നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർ അതും ഇതും പറയുമ്പോഴും, ചുറ്റുപാട് നിൽക്കുന്നവർ ഇങ്ങനെയാ അങ്ങനെയാ നമ്മുടെ വിശ്വാസം കളയത്തക്ക രീതിയിലുള്ള എന്തെല്ലാം പറഞ്ഞാലും, നമ്മളപ്പം വേറെ ഈ സിസ്റ്ററിനെ വിളിച്ച് അത് ശരിയാ കേട്ടോ, ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയെന്ന് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നതെന്നല്ല പറയുന്നേ. ഹാലലിയ. അവരങ്ങനെ പറഞ്ഞാലും തിരിച്ചു പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമാ. ഹാലലുയ. ഇതായിരിക്കും തിരിച്ചു പറയണം. അപ്പൊ കർത്താവ് നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ കൺഫെഷൻ ചുമ്മാ കേട്ടു പോകുന്ന ദൈവമല്ല, ശ്രദ്ധ വെച്ച് കേൾക്കുക. കാരണം ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ആമേൻ. കർത്താവ് ഇതിനെല്ലാം ഒരു സ്മരണ പുസ്തകമുണ്ട്, എഴുതി വെച്ചിരിക്കുവാണ്. സാറാമ്മ സിസ്റ്ററും മിനി സിസ്റ്ററും ബിജി സിസ്റ്ററും ഒക്കെ എന്താണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും കുശു കുശു എന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തായി പറയുന്നത്? പ്രത്യാശയുടെ വാക്കുകളാണോ? തമ്മിൽ തമ്മിൽ ബലപ്പെടുത്തുന്ന വാക്കുകളാണോ പറയുന്നത്? ഹാലയിലൂയ. അതോ മനസ്സ് മടുപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണോ പറയുന്നത്? ഇതെല്ലാം കർത്താവ് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഹാലയിലൂയ. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുവാണ്. എന്നിട്ടോ ദൈവത്തെ സേവിക്കുന്നതിന് സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. ഹാലയിലൂയ. ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. അത് കാരണം കോംപ്രമൈസ് ചെയ്ത്, ഹാലേലൂയ സ്തോത്രം, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നമ്മൾ നമ്മളെക്കുറിച്ച് പറയരുത്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ, ഹാലേലൂയ സ്തോത്രം, ആമേൻ, പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് എങ്ങനെ നല്ല ടെസ്റ്റിമണി, നല്ല ഗുഡ് കൺഫെഷൻ നടത്തിയോ തിമോത്തിയോസെ, ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും, ഹാലലുയ സ്തോത്രം, ക്രൂശിന്റെ അനുഭവമാകട്ടെ, ഹാലലുയ, ഭരണാധികാരികളുടെ മുമ്പിൽ ട്രയലിൽ നിൽക്കുമ്പോഴായിരിക്കട്ടെ, ഏത് അധികാരികളുടെ മുമ്പിൽ നിന്നാലും അവസാനം വരെയും നിന്നെ വിളിച്ചിരിക്കുന്ന നിത്യജീവന് വേണ്ടിയിട്ട് അത് മുറുകെ പിടിച്ചോണം. നീ അനേക സാക്ഷികളുടെ മുമ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കൊള്ളാം. പക്ഷേ ഈ ഹാലലൂയ, ഈ ക്രൂശിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തിമോത്തിയോസെ, അവസാനം വരെ, ഇപ്പം നീ അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല ടെസ്റ്റിമണി പറഞ്ഞു, അത് ഇടയ്ക്ക് വെച്ച് നിർത്തി കളഞ്ഞ് മാറ്റി പറയരുത് പ്രശ്നം വരുമ്പോൾ. അമ്മേ, മാറ്റി നിന്റെ കൺഫെഷൻ. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് വരെയും കർത്താവിന്റെ കൺഫെഷൻ താൻ ആരാണെന്നുള്ള ചോദിച്ചപ്പോൾ അതിന് തക്ക മറുപടി നല്ല കൺഫെഷൻ നടത്തിയതുപോലെ അവസാനം വരെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ, നീ എന്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നു, അത് ആരുടെ മുമ്പിൽ ചോദിച്ച ആര് പറഞ്ഞാലും അത് തന്നെ കൺഫസ് ചെയ്യാൻ പാടുള്ളൂ. ആമേൻ. ഹാലലുയ. അതുകൊണ്ടാണ് നല്ല കൺഫെഷൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാകുവാൻ ദൈവം കൃപ തരട്ടെ. അത് ഈസിയാണ് പ്രശ്നങ്ങളില്ലാത്തപ്പോൾ കൺഫസ് ചെയ്യാൻ. പക്ഷേ ഈ പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന, പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിന്റെ ടെസ്റ്റിമണി എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനം, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ രാജ്യം, പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, യേശുവിന്റെ രക്തത്തെ നമ്മൾ കഴിവുകൾ പ്രാപിച്ചിരിക്കുന്നു, നമുക്ക് വിരോധവും പ്രതികൂലമായ സകല കയറ്റും ക്രൂശിൽ തറഞ്ഞ് നമ്മുടെ നടുവിൽ നിന്ന് നീക്കി നമ്മളെ ജീവോത്സവമായി നടത്തുന്നു എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഹാലലുയ സ്തോത്രം, ആമേൻ, ഈ പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഉണ്ട്, അതൊന്നും പോയിട്ടില്ലെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ ഏത് സാഹചര്യത്തിൽ കൂടി പോയാലും ഞാൻ ദൈവ പൈതല് തന്നെയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ്റെ അഭിഷേകം എന്നെ ഉപദേശിച്ച് വഴി നടത്തും. അവൻ്റെ കൃപ എനിക്ക് മതി. എന്നെ ഇന്നും എൻ്റെ കർത്താവ് ഈ സാഹചര്യമാണെങ്കിലും എൻ്റെ ദൈവം എന്നെ ജീവോത്സവമായിട്ട് നടത്തും. ആമേൻ. ഹാലലുയ. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവരോട് ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ അവർ വരുമ്പം, ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ തന്നെ, ഞാൻ രക്ഷിക്കപ്പെട്ടവർ തന്നെ, അതെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതിനാൽ നമ്മുടെ സാഹചര്യം വെച്ച് നമ്മൾ മാറ്റി പറയരുത്. ആമേൻ. ഹാലലുയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഹാലലുയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ശ്രദ്ധ വെച്ച് നമ്മൾ ഓരോരുത്തരും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹാലലുയ സ്തോത്രം, ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, പലയിടത്തും ഇങ്ങനെ യേശുവിൽ വിശ്വസിക്കുമ്പം പെർസിക്യൂട്ട് ചെയ്യുന്നവര് അവരൊന്ന് തള്ളി പറയിപ്പിച്ചേച്ച് കൊല്ലുന്നേ. അവര് ചോദിക്കുന്നേ യേശുവിനെ തള്ളി പറ. അപ്പൊ കാരണം ആ പറച്ചിലിനകത്ത് ഭയങ്കര പവറാ. ആമേൻ. അപ്പൊ നമ്മൾ അതിൽ ഉറച്ച്, അവരിതൊന്ന് പറയിപ്പിച്ചേച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പം കർത്താവിനോട് ഉറച്ചു നിൽക്കുന്നവർ എന്നാ പറ്റിയാലും വേണ്ടില്ല, അവർ വേണ്ടത്തില്ല. അല്ലല്ല, അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ നിന്നെ ചെയ്യത്തില്ല, ഇതൊന്ന് മാറ്റി പറഞ്ഞാൽ നിന്നെ വിട്ടേക്കാം. ഹല്ലേലൂയ. അങ്ങനെ മാറ്റി പറഞ്ഞേച്ച് വിടണ്ട. ആമേൻ. ഞങ്ങൾ ഇവിടുന്ന് പോയാൽ അവിടെ എത്തും, നോ പ്രോബ്ലം. അങ്ങനെ ഇപ്പം മാറ്റി പറയാൻ മനസ്സില്ല. അങ്ങനത്തെ ഒരു മനസ്സായിരിക്കട്ടെ നമുക്ക്, മാറ്റി പറയാതെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ. ഹല്ലേലൂയ.
നസ്രായനായ യേശു എന്നാണ് ക്രൂശിന്റെ മേൽ യഹൂദന്മാരുടെ രാജാവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ കിടക്കുന്നത് ക്രൂശ. ഡസന്റ് മാറ്റർ, ഐ ആം സ്റ്റിൽ ദ കിങ്. ഹാലലൂയ. ആൻഡ് ദ ഡേ വിൽ കം. ഹാലലൂയ. രാജാതി രാജാവായിട്ട് തന്നെ എന്താണോ അവിടെ എഴുതിയിരുന്നത്, ഇനി മുൾക്കിരീടം വെച്ചോണ്ടല്ല വരുന്നത്. ആമേൻ. ഹാലലൂയ. സ്തോത്രം. കർത്താവ് ലിറ്ററലായിട്ട് രാജാവായിട്ട് വരും. എന്തവിടെ എഴുതി വെച്ചിരുന്നോ ആ ഐഡന്റിറ്റി ലിറ്ററലായിട്ട് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പല സാഹചര്യത്തിൽ കൂടി പോകുന്നുണ്ടായിരിക്കും. നമുക്കിന്ന് ദൈവത്തിന്റെ മക്കൾ ഇങ്ങനെയൊക്കെ പോകുമെന്ന് പലരും ചോദിക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. അതിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് ഹാലലൂയ കർത്താവ് തന്റെ തേജസ്സിൽ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നമ്മളും അവനെ പോലെ ആയി ആ ഒരു മഹത്വത്തോടെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ ആർക്ക് എന്നാ പറയാനാ. ആമേൻ. അതുകൊണ്ട് ഈ നല്ല കൺഫെഷൻ നല്ല സാഹചര്യങ്ങൾ മാത്രമല്ല, ഹാലലൂയ, ആമേൻ, ഏത് സാഹചര്യത്തിലും പ്രതികൂലമായാലും അനുകൂലമായാലും നമുക്ക് ഏറ്റുപറയാൻ ഇടയായി തീരട്ടെ. അപ്പം നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഈ സാഹചര്യങ്ങളല്ല എൻ്റെ പേരോ എൻ്റെ അവസ്ഥയോ ഞാൻ എന്തായി തീരുമെന്നുള്ളത് അനുമാനിക്കോ തീരുമാനിക്കോ ചെയ്യുന്ന ഇതൊന്നുമല്ല. ആമേൻ. ദൈവം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ, ദൈവം എനിക്ക് എന്ത് വാഗ്ദത്തം തന്നിട്ടുണ്ടോ അത് തന്നെ ഞാൻ ആകും, ഇപ്പൊ ക്രൂശിലാണെങ്കിലും. ആമേൻ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ആ ഒരു ഉറപ്പും ബോധ്യം നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കൺഫസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നല്ല കൺഫഷൻ കർത്താവ് തന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേ. നമ്മൾ നിൽക്കുന്ന സാഹചര്യം ഏതാന്ന് നോക്കിയിട്ടില്ല നമ്മൾ ആരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇന്നലെ കർത്താനദാസൻ പറഞ്ഞ വചനം പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. ഹാലെ. നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. നമ്മൾ ആരാണെന്നുള്ള ആ ബോധ്യം എപ്പോഴും നമ്മൾ പോകുന്ന സാഹചര്യമൊക്കെ മോശം. ഇപ്പോൾ പറഞ്ഞ യേശു കർത്താവ് ഹാലേലിയ ആമേൻ ക്രൂശിൽ കിടക്കുകയായിരിക്കും. ഹാലേലിയ. അല്ലെങ്കിൽ തലയിൽ മുൾക്കിടമായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ മുഖത്ത് തുപ്പുകയായിരിക്കും. പക്ഷെ ഈ സാഹചര്യത്തിൽ ഞാൻ ആരാന്ന് പറയുന്നതെന്നല്ല അവിടെ. അല്ലെ, ആ സാഹചര്യത്തിലും യേശു ഇന്നലെ പറഞ്ഞില്ല മത്തായിയുടെ സുവിശേഷമാക്കി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ ഒരിക്കൽ നമ്മുടെ ഗ്രൂപ്പ് മോർണിംഗ് പ്രയറിൽ സംസാരിച്ചിട്ടുള്ളത്. ഹാലെ. കാരണം വെച്ചാൽ യേശു കർത്താവ് രാജാതി രാജാവാണ്, അല്ലെങ്കിൽ സർവ അധിപതിയായ സർവശക്തനായ ദൈവം. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോൾ ആ നിയോഗത്തിലേക്ക് വന്ന യോസഫിനോടും മറിയയോടും പറയാ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോക്കോളെ. എന്തിനാ ഓടുന്നത്? കർത്താവിനെ അവിടെ അങ്ങനെ തന്നെ നിന്ന് തൊടാൻ പറ്റില്ല. കാരണം കർത്താവിനെ കുറിച്ച് എന്തിനാ ഭൂമിയിലേക്ക് വന്നതെന്നും ആ ഉദ്ദേശം എന്തെന്നും അറിയാം. പക്ഷെ അവിടെ നിന്നാലും ഒന്നിച്ച്. പക്ഷേ നമ്മൾ ചില സാഹചര്യങ്ങൾ അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ ദൈവം പറയുന്നിടത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ മറിഞ്ഞിരിക്കേണ്ടത് മറിഞ്ഞിരിക്കുക, പുറത്തിറങ്ങേണ്ടത് ഇറങ്ങരുത്. അപ്പൊ നമ്മൾ എലിയാവിനോട് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ചെയ്യും, കർത്താവ് ഇത് വലിയ കഥ പോയിട്ട് രാജ്യം ഭരിക്കുക, രാജാവിന്റെ മുമ്പിൽ ചെന്ന് നീ പോയിട്ട് തൂത് പറ, വലിയൊരു പ്രോഫസിയൊക്കെ അങ്ങനെ ചെന്ന് തട്ടിവിട്ട് പുറത്തിട്ടിറങ്ങി പറയാ ഇന്ന സ്ഥലത്ത് പോയി കെരീത്തത്തോടിന് അരിയെ പോയി ഒളിച്ചിരുന്നു, നീ അവിടെ പോയി ഒളിച്ചിരിക്കണം. ഹാലലിയ. അപ്പൊ നമ്മളാണ് തിരിഞ്ഞെന്ന് ചോദിക്കും, ഇത്ര വലിയ പ്രവാചകനാ ഞാൻ, ഇത്ര വലിയ പ്രവാചക ഞാൻ ഒളിച്ചിരിക്കാനോ? ഇത് ദൈവശബ്ദമൊന്നുമില്ല, ഇത് പിശാച് എന്നോട് സംസാരിക്കുന്നത് പറയത്തില്ലേ? കാരണം എന്നെ ദൈവം പറഞ്ഞ് അയച്ച് ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ ചെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്നോട് ഒളിച്ച പറഞ്ഞ ഇത് പിശാച്, ഇത് ദൈവമല്ല. നമ്മളാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ഇന്നലത്തെ കാലഘട്ടം. കാരണം 2 പ്രോഫസി കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് ആള് മാറിയെന്ന. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പാലിക്കപ്പെടാനുള്ള ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് പഴയ നിയമം തന്നേക്കെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ എത്ര വലിയ പൊസിഷനിൽ നിൽക്കുമ്പോഴും ദൈവം പറയുന്ന കേട്ട്. അപ്പൊ ദൈവത്തിന് എപ്പോഴും ഇന്നലെ കൂടെ ഞാൻ പറയും, ദൈവത്തിന് എപ്പോഴും ആഗ്രഹം നമ്മളോട് സംസാരിക്കാനാണ്. നമുക്കത് കേൾക്കാൻ സമയമില്ലെങ്കിൽ എന്നോട് ദൈവദാസന്മാരോട് ഭയങ്കര ശുശ്രൂഷ നിൽക്കുന്ന ദൈവദാസന്മാരോട് എന്നോട് ദൈവം ആലോചന പറഞ്ഞ അമ്മ പഴയതും കൊണ്ട് ഓടിയത് മതി, ഇനി എൻ്റെ അടുത്ത് ഇരിക്കാൻ പറയാം, എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ട് അവർ അത് ഏറ്റെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ലെവലൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ആഗ്രഹം നീ ഇന്ന് എന്ത് ശുശ്രൂഷ ചെയ്യുന്നതല്ല ദൈവം നോക്കുന്നത്, നീ ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കുന്നത്. ഞാനും ദൈവവും തമ്മിലുള്ള കണക്ഷനാണ് നോക്കുന്നത്. അവിടെ എനിക്കൊരു ഫെലോഷിപ്പ് ഉണ്ട്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പറയുന്നത് അതും കേട്ട് നമ്മൾ പിന്നാലെ ഓടുന്നവരായിട്ടല്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കണം, നമ്മൾ ആ പൊസിഷനിൽ നിൽക്കണം. ആ അധികാരം നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ ഞാനൊരു സഹോദരി സംസാരിച്ച് ചില ആൾക്കാർ കളിയാക്കാറുണ്ട്, എന്താ പറയാ, നമ്മൾ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പോൾ ബോധമില്ലാത്ത അല്ലെ പരിശുദ്ധാനുമായിട്ട് ബന്ധമില്ലാത്ത പലരും പറയും, പരിശുദ്ധാൻ ബന്ധാറ് വീട്ടിൽ വേലക്കാരൻ. ഞാൻ കേട്ടിരുന്നു പല ദൈവദാസന്മാരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, വിജയ സിസ്റ്റർ, എനിക്ക് വിജയ സിസ്റ്ററായിട്ട് നല്ല ബന്ധമാണെങ്കിൽ ഞാൻ പറയാം, വിജയ സിസ്റ്റർ അതങ്ങ് ചെയ്യ്, ഇങ്ങോട്ട് വാ, എടുക്കുക, അല്ലെങ്കിൽ പറയും ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പൊ അവരും പരിശുദ്ധാത്മ എന്നുള്ള ബന്ധത്തിലായത് പറയുന്നത്.
ആമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹെൽപ്പറാന്ന് പറഞ്ഞേക്കുന്നത് ഹാലേ. ആമേ ആ ഒരു പദവിയിൽ നിന്നുകൊണ്ടല്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ ഹാലല്ലേ, ആമേ ദൈവത്തിന്റെ ആത്മാവ് ഞാനുമായിട്ട് അത്രയും ആഴമായ ബന്ധമാണെങ്കിൽ എനിക്ക് ഇപ്പൊ സാറാ സിംഗ് വാ എന്ന് പറയുന്നതാണെങ്കിൽ എനിക്ക് പറയാം. കാരണം അത് ഇല്ലാത്തവർക്ക് തോന്നും ഇവളെന്താ ഈ പറയുന്നത് തോന്നും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ഒരിക്കലും നമ്മൾ ദൈവത്തിനെ ഹല്ലേലൂയ ഒരിക്കലും ദൈവത്തിന്റെ പവറിനെ കുറച്ച് കണ്ടിട്ടല്ല അത് പറയുന്നത്. നമ്മളുമായിട്ട് നമ്മുടെ മേൽ കിടക്കുന്ന അധികാരം അല്ലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളായിട്ട് ബന്ധം നമ്മൾ ഹല്ലേലൂയ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതാണ് ആ ശുശ്രൂഷിക്കുന്നത് അവരെ അതാണ് വെളിപ്പെടുന്നത്. ഇത് അറിയാത്തവർക്ക്, ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവർക്ക്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പലരും ക്രിറ്റിസൈസ് ചെയ്യും. ഇന്നലെ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ദാസന് ഹല്ലേലൂയ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ വെള്ളം ഇങ്ങനെ കുടയുന്നത് വലിച്ചെറിയുന്നത് പലരും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുക അതൊരു ഡ്രോപ്പ് എൻ്റെ ദേഹത്ത് വന്ന് വീഴണമെന്ന്. കാരണം അതിനകത്തുകൊണ്ട് പരാപരിക്കുന്ന പവർ എത്തുന്ന അനുഭവിച്ചറിഞ്ഞത്. എൻ്റെ കുഞ്ഞിന്റെ ആ ഒരു തുള്ളി വെള്ളം അതും ദൈവം മുന്നമേ എന്നോട് പറഞ്ഞു, എന്താ പറയാ, ഇവൾ അഭിഷേകം പ്രാപിക്കും. ഈ മീറ്റിംഗിൽ ഇവൾ അഭിഷേകം പ്രാപിക്കും. അവളുടെ കൂട്ടി പഠിക്കുന്ന സ്കൂളിലെ പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റും ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പിറ്റേ ദിവസം മീറ്റിംഗ് തുടങ്ങത്തുള്ളൂ. ദൈവം പറയുള്ള അഭിഷേകം പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഹാലയിലെ കാരണം എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച് ഒന്നാം ദിവസം കഴിഞ്ഞ് 2ാം ദിവസം 3ാം ദിവസം ഉച്ച കർത്താവേ നീ അല്ലേ പറഞ്ഞു ഇവിടെ അഭിഷേകം, ഇവിടെ കരക്കല്ല, ഇവിടെ ഉറക്കുന്നു ഇരിക്കാണല്ലോ. പക്ഷേ അന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ ദേവാസനം വെള്ളം വലിച്ചെറിഞ്ഞതും ഒരു തുള്ളി വെള്ളം, ഒരൊറ്റ ഡ്രോപ്പ് വെള്ളം അവളുടെ ദേഹത്തുനിന്ന് കണ്ടുള്ളൂ. ഹാലയില് അവൾ ചാടി എഴുന്നേറ്റ് ആത്മാവിന്റെ അഭിഷേകത്താൽ, അതും ഒരാൾ ആദ്യമായിട്ട് അഭിഷേകം പ്രാപിക്കുന്ന ആളുടെ ലെവലൊന്നുമില്ല. ആ ലെവല് കാണാൻ അന്ന് പിന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് അതുപോലെ കത്തുന്നു. അതാണ് നമ്മൾ അനുഭവിക്കണം. പുറമേ നിന്നിട്ട് നോക്കിയിട്ട് കുറ്റം പറയാനും ക്രിറ്റിസൈസ് ചെയ്യാനും എല്ലാവർക്കും കഴിയും. പക്ഷേ നമ്മൾ അനുഭവം, ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഹാലേലിയ നമ്മൾ ഒരിക്കൽ ബിജോപാസ് ഉണ്ടെങ്കിൽ സംസാരിക്കും, യേശു കർത്താവ് മുഖത്ത് അടിച്ചു എന്നാണ് വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർ തുപ്പിയ മുഖത്ത് ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിക്കത്തല്ല, കോലുകൊണ്ട് മുഖത്തടിച്ചു എന്ന് തന്നെയാണ് അതിന്റെ ഒറിജിനൽ. അപ്പൊ അത്രത്തോളം ആ കോലുകൊണ്ട് അടിയും കൊണ്ട് ശരീരമൊക്കെ പൊട്ടി ചോരയെല്ലാം വാർന്നൊഴി തലയും മുൾക്കിരോടവും വെച്ച് നിൽക്കുമ്പോഴും നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് തന്നെ പറയാം. കാരണം മിണ്ടന്റെ അടുത്ത് പറഞ്ഞ വിജയസിച്ച് പറഞ്ഞ പറയേണ്ട സ്ഥലത്ത്, വായ തുറക്കേണ്ട സ്ഥലത്ത് യേശു കർത്താവ് തുറന്നു, വായ തുറക്കേണ്ട സ്ഥലത്ത് യേശു കർത്താവ് വായ അടച്ചു. പക്ഷെ നമ്മൾ നേരെ തിരിച്ച, തുറക്കേണ്ടാത്തടത്തെല്ലാം പോയി തുറക്കും, പറയേണ്ടടുത്തോട്ട് മിണ്ടത്തും ഇല്ല. ഹാലയിലെ അങ്ങനെയല്ല. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്കിന് ഭയങ്കര പവർ ഉണ്ട്. ഹാലയിലെ ദൈവമക്കളെ, നമ്മൾ പറയുന്ന ചില ഇടങ്ങളിൽ നമ്മൾ പറയും ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്കിൽ ആ ശക്തി വെളിപ്പെടും. പക്ഷെ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മിണ്ടത്തില്ല. എന്നാ മിണ്ടാതിരിക്കാൻ ദൈവം പറയുന്നിടത്തൊക്കെ വളവളവളാന്ന് പറഞ്ഞ് സംസാരിച്ച് അതിൽ ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥന 20ാം ദിവസം നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരണം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഡെലിവറൻസ് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ദൈവം നമ്മളെ എന്തിനായി തിരഞ്ഞെടുത്തു എന്നും എന്തിനായി വിളിച്ചു എന്നും ഈ ഉപവാസം എന്തിനായിട്ട് ഇരുത്തിയെന്നും ഒരു ബോധമുള്ളവരൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ അധികാരം, എനിക്ക് സത്യം ഉപവാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്. 40 ഞാൻ മിക്കവാറും 21 ഇരിക്കാനിരുന്നാൽ അതെന്നെ 40 ആക്കി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നത് പറ്റാത്തത് കൊണ്ട് ഞാനങ്ങ് നാളെ നിർത്താൻ നിൽക്കുക. അല്ലെങ്കിൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല ഉപവാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇനി ദൈവത്തിന് ഇനിയും സംസാരിക്കേണ്ടല്ലോ, ദൈവത്തിന് ഇനിയും പറയാനുണ്ട് എന്നുള്ള ആ ഒരു ഉള്ളിൽ ഭയങ്കരമായ ഒരു ഫോഴ്സ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഉപവാസം കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്ന ആർക്കുകളും തോന്നി കണ്ടിന്യൂ ചെയ്തോളാം. ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ ഓട്ടോ എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന്, പക്ഷെ നിങ്ങൾ ഇരിക്കണം എന്ന് ആർക്കെങ്കിലും ഉള്ളി ഹൃദയം ബോധ്യം തരുന്നെങ്കിൽ പ്രേരിപ്പിക്കുന്നു, ഇരിക്കണം. കാരണം ഈ ദിവസങ്ങൾ ദൈവത്തിന് സംസാരിക്കുന്ന ആളെ കിട്ടുന്നില്ല. ആൾക്കാർക്കൊന്നും സമയമില്ല. നമ്മള് പറഞ്ഞ പോലെ ചെന്നിരുന്നിട്ട് അങ്ങോട്ട് കുറെ പറയും, ആമയും പറയും, എഴുന്നേറ്റും. ബാക്കിയുള്ള സമയം നമ്മൾ ദൈവം നോക്കുക, നമ്മൾ സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും. പക്ഷെ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ സംസാരിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് രാത്രി ത്രൂ ഔട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്നോട് വെളിപ്പെടുത്തി എന്ത് ചെയ്യണമെന്ന്. എനിക്ക് തന്ന മിഷനാണ്, എനിക്ക് തന്ന വിഷനും അത്. അതിപ്പോഴെന്റെ ഹൃദയത്തിൽ പേര് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ ആഗ്രഹം എത്രത്തോളം നന്ദിയെ തൊട്ടറിഞ്ഞതാല്ലേ. നമ്മളോട് സംസാരിച്ച ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ നേരം വെളുക്കുമ്പോഴും എന്നോട് സംസാരിക്കുകയാണ്. അത് കാരണം ദൈവത്തിനും ഇഷ്ടമാണ്. നമ്മൾ ഏറ്റവും സന്തോഷ ദൈവത്തിന് നമ്മളോട് സംസാരിക്കും. പക്ഷെ നമ്മൾ കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുക്കണേ ദിവസങ്ങളിൽ. നമ്മൾ ആരാണ് തിരിച്ചറിയുക. ഏത് സാഹചര്യത്തിൽ പോലെ പറയും, നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിരിക്കും, ചിലപ്പോൾ ആ രോഗമായിരിക്കും, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ മറന്നുപോയില്ല. ഇത് നമ്മൾ കൺഫസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവം തന്ന അധികാരം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു, കർത്താവ് എന്റെ സാഹചര്യം മാറാം, ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ലെന്ന്. അപ്പൊ ഭർത്താവിനോട് പറഞ്ഞ് പൗലോസ് അങ്ങനെയാണ്, ഒരു ശുശ്രൂഷയും ചെയ്യത്തില്ലായിരുന്നു.
ഹാലെ ദൈവം എനിക്ക് ഓരോ കാര്യം കാണിച്ച്. എന്നാൽ ഞാൻ വീണ്ടും തിരിച്ചു കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. കാരണം എന്താ വെച്ചാൽ ഹാലയില് എൻ്റെ അറിവില്ലായ്മ ഹാല. അതുപോലെ ഞാൻ എനിക്ക് പറഞ്ഞു ദൈവത്തിന്റെ വേല ചെയ്തിട്ട് ആരെങ്കിലും നീ കാശ് വാങ്ങിച്ച് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആരും പൈസ തന്ന് ഞാൻ ആദ്യമൊക്കെ ഞാൻ വാങ്ങത്തില്ലായിരുന്നു. കർത്താവിനെ പഠിപ്പിച്ച് നീ വാങ്ങണമെന്നും ഹാലയില നിന്നെ കൊണ്ട് ഞാൻ ഇതുകൊണ്ട് നിന്നെ ജീവിപ്പിക്കുന്നു ദൈവനെ കാണിച്ചത്. ഇപ്പൊ ആരോടും അത് പറയത്തില്ല. ഹാലയിലെങ്കിൽ ചിലരോട് വേണ്ട എന്ന് പറയാൻ ദൈവം പറഞ്ഞാൽ അത് പറയുന്നല്ലാതെ ഹാലയില. ഇതൊക്കെ എൻ്റെ ഞാൻ ദൈവസേനെ പറഞ്ഞതിനെല്ലാം ദൈവം തിരുത്തിച്ചു. കാരണം ദൈവം ഞാൻ നിന്നെ പോറ്റുമെന്ന് ഹാലയിലാമേ നീ എൻ്റെ വേല കൊണ്ട് മാത്രം നീ കഴിയുമെന്ന് ഹാലയ ദൈവം എനിക്ക് കാണിച്ചത്. എൻ്റെ കഴിവും എടുക്കുക എന്നൊക്കെ എന്നെ വിചാരം എന്താ, നല്ല സാലറി ഉണ്ട് ഹാലയ നമുക്ക്, അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യാൻ കഴിവുണ്ട്, ബിസിനസ് ചെയ്യാൻ. അപ്പൊ ഇത് മതി, എന്ത് ദൈവത്തിന്റെ വേല ചെയ്തിട്ട് എനിക്ക് കാശ് വേണ്ട, ഇങ്ങനെ ഞാൻ ദൈവത്തിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം അത് ഹാലയനെ കൊണ്ട് അങ്ങനെ തന്നെ ജീവിപ്പിച്ചു. ഹാലയ കാരണം ദൈവത്തിന്റെ സന്നിധി നമ്മൾ പറയുന്നതിനെ ദൈവം തിരുത്തിക്കും ഹാലയ. കാരണം വെച്ചാൽ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശമാണ്. അത് നമ്മുടെ പിടിവാശിയൊന്നും അവിടെ നടക്കത്തില്ല. ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാൻ അങ്ങനെ പോകത്തുള്ളൂ, സോറി നീ അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ദൈവം അത് നമ്മളെ കൊണ്ട് ഒരു നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഇല്ലാതെ ഒരു പൈസ ഇല്ലാതെ ദൈവത്തിന്റെ ചെലവിൽ തന്നെ ദൈവം നമ്മൾ പൂർണ്ണമായി നടത്തും. അപ്പൊ എന്തൊക്കെ അങ്ങനെ അതിനെല്ലാം നമ്മൾ അങ്ങനെ നമ്മൾ ഓരോന്ന് വെറുതെ പറഞ്ഞ് നമ്മുടെ വാഗൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ശുശ്രൂഷകളെ ബ്ലോക്ക് ചെയ്ത് വെക്കരുത് ദൈവം എന്ത് പറഞ്ഞാലും അത് ഞാൻ തയ്യാറാ. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ എന്ത് തന്നെ അതിനെ തന്നെ നമ്മൾ കൺഫ്യൂസ് ചെയ്യണം. യേശു കർത്ത എന്നോട് ഒരു ഇടപെട്ട അതിന് എൻ്റെ തലയിലേക്ക് ഭയങ്കര റെവലേഷനായി കത്ത് മുകളിലും തരാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. ഞാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ചിലരൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കും ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും ദൈവം കൊടുത്ത അധികാരം അത് കേൾക്കണം. പക്ഷേ ദൈവം കൊടുക്കാത്തടത്ത് നമ്മൾ ഏത് സാഹചര്യത്തിൽ പോലും ഒരാൾക്ക് നമ്മളെ വഴക്ക് പറയാനോ തെറി പറയാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. പക്ഷെ വരുമ്പോൾ ഒരു വാ തുറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അനുവദിക്കാതെ അന്നും നമ്മുടെ നേരെ വരത്തില്ല അപ്പൊ അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൺഫെഷൻ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ ആർക്കും കൊണ്ട് കുഞ്ഞാടിനെ പോലും മിണ്ടാതിരിക്കാം. ചില സംസാരിക്കേണ്ട സാഹചര്യം നമ്മൾ സംസാരിക്കണം. വായ തുറക്കേണ്ടത് വായ തുറക്കണം. അവിടെ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരെന്താണെന്നോ നമ്മളെ അവർ പരിഹസിക്കുമെന്നല്ല. പല മരണ വീടുകളിലൊക്കെ ചെല്ലും. നമുക്കൊക്കെ ഇന്നും നാണക്കേടാകട്ടെ. കാരണം വെച്ചാൽ ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന ആളെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേക്കാൻ പറയും. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് നാണം കെട്ട് പ്രാർത്ഥിച്ച് ദൈവദാസന്മാരുണ്ട്. പക്ഷേ എന്നിട്ട് ഒരു സാഹചര്യം വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ തല പോലും ഇല്ലാതെ കിടന്ന ആൾക്കാർ എഴുന്നേറ്റിരുന്നത് കൊണ്ട് അപ്പൊ അവിടെയൊക്കെ എന്താ പറയുക, സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളത്തെ ദൈവം തന്നാൽ നമ്മൾ അയ്യോ ഞാൻ പ്രാർത്ഥിച്ചവർ എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് നാണക്കേടാണല്ലോ എന്നല്ല നമ്മളോട് കർത്താവ് പറഞ്ഞാൽ ചെയ്തേക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ വെളിപ്പെടും പലരിലൂടെ ദൈവനോട് നേരത്തെ പറഞ്ഞിട്ടുള്ള മരണ വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ ചവപ്പെട്ടിക്കകത്തിരിക്കുന്ന എഴുന്നേറ്റ് പ്രൈസിലോട് പറയുന്ന അത് നടക്കാൻ പോവുകയാണിത്. 1-ാം നൂറ്റാണ്ടിൽ നടന്നതിനെക്കാട്ടി അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാനായിട്ട് അതിനു വേണ്ടി ആൾക്കാരെ തിരയുന്നു, അതിനു വേണ്ടി നിൽക്കാൻ വേണ്ടി ആൾക്കാരെ തിരയുന്നു. ഇന്നലെ പറഞ്ഞ ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുന്നേ ഓടാനൊരു ഏലിയാവിനെ ദൈവം കണ്ടതുപോലെ ഹല്ലേലൂയ എവിടെയാ ഏലിയാവിനോട് ദൈവം കൊടുത്ത് ഭക്ഷിച്ചു, ദൈവം കൊടുത്ത് വെള്ളം കുടിച്ചു. ഹല്ലേലൂയ ദൈവം പറഞ്ഞത് കേട്ടു. ഹല്ലേലൂയ ഇപ്പോ ഇരിക്കുന്നിടത്ത് പറഞ്ഞെടുത്ത് ഇരുന്ന് ഹല്ലേലൂയ പ്രാപിച്ച ഏലിയാവിനെ കൊണ്ടാ ചെയ്യിച്ചത്. ഇഷ്ടമുള്ളിടത്ത് നമ്മൾ നടന്നിട്ട് കർത്താവിന്റെ കൂടെ വാന്ന് പറയുന്നവരെ കൊണ്ടല്ല ചെയ്യിച്ചത്. ഹാലേലുയ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു സമർപ്പണം. കർത്താവ് എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കണം. ഹാലേലുയ നമ്മൾ പറയാൻ ശ്രദ്ധ വെച്ച് ദൈവം കേൾക്കുന്നെങ്കിൽ ദൈവം പറയുന്നത് ശ്രദ്ധ വെച്ച് നമ്മളും കേൾക്കണം. ഈ ദിവസങ്ങളിൽ കേൾക്കാനായിട്ട് നമ്മുടെ ചെവി ദൈവസേനയിലേക്കൊന്ന് അല്പസമയം ഇരിക്കാം. ഹാലേലുയ മറ്റെല്ലാം മാറ്റി വെച്ചു, വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചു. നമ്മുടെ ആകുലതകളൊക്കെ മാറ്റി വെച്ച് കർത്താവ് നീ അരുളി ചെയ്യണമേ, അടിയനിതാ അടിയനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ ഹാലില്ലേ നമുക്ക് ഒന്ന് ഇരുന്ന് കൊടുക്കുക. ഈ ദിവസങ്ങൾ ദൈവം ദൈവത്തിന്റെ നമ്മുടെ വാ തുറക്കേണ്ടടുത്ത് നമ്മൾ വാ തുറക്കണം. ഹാലില്ല വാ അടയ്ക്കേണ്ടത് വാ അടയ്ക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് ഹാലില്ല ഓരോരുത്തരെ ലൈഫ് എടുത്ത് കാണിച്ച് പത്രോസ് തള്ളിപ്പറഞ്ഞത് മാത്രമല്ല സഭയെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം കണ്ട പത്രോസ് ഉള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസ്. പക്ഷെ ആ പത്രോസിനെ കൊണ്ട് തന്നെ ദൈവം ദൈവത്തിന്റെ സഭയെ ഉറപ്പിച്ചു. അടിസ്ഥാനമിട്ട് ആ പാറ കൊണ്ട് തന്നെ ദൈവം അപ്പൊ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഇട്ട പാറയായിരുന്നു ചൂട്ടിവെച്ചതാണ്. പത്രോസിനെ കണ്ടെങ്കിൽ ആദ്യത്തെ അപ്പോസ്തലനെ കണ്ടെങ്കിൽ ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ബിജി സിസ്റ്ററെ നിങ്ങളെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന ശുശ്രൂഷ നിങ്ങളെക്കുറിച്ച് തന്നെ ചെയ്യിക്കും. അത് എത്രത്തോളം വേഗത്തിലാകുന്ന എത്രത്തോളം നിങ്ങൾ കർത്താവിന് ചെവി കൊടുക്കുന്നു അത്രത്തോളം വേഗത്തിലാവും. എത്രത്തോളം മാറി നടക്കുന്ന അത്രത്തോളം അത് വൈകും. മറ്റാരുമല്ല അത് വൈകിപ്പിക്കുന്ന നമ്മൾ തന്നെയാണ് വൈകിപ്പിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ 6 മാസം കൊണ്ടും പ്രാപിക്കുക, 6 വർഷം കൊണ്ടും പ്രാപിക്കുക എന്ന് പറയുന്ന പോലെ നമുക്കത് അത്രത്തോളം ദിവസത്തിലേക്ക് ഇരുന്ന് കൊടുക്കുന്നു. ഈ ദിവസങ്ങളിൽ കിട്ടുന്ന സമയമൊക്കെ ഞാൻ
കിട്ടുന്ന സമയമൊക്കെ ആമേ കർത്താവിന്റെ സന്നിധി പോയിരിക്കണം. ഹാലേ ഒരു വിഷയങ്ങളും കൊണ്ടുകൊണ്ട് പോകരുത്. ഹാലേ നമ്മളവിടെ പോയി കർത്താവ് നീ സംസാരിക്കും, എനിക്ക് കേൾക്കണം. ഇതാണെങ്കിൽ കർത്താവ് കൃത്യമായി സംസാരിക്കും ഈ ദിവസങ്ങളിൽ. അല്ലാതെ എല്ലാവരെയും ഹാലേ ദൈവം അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ. ആമേ ബി സിസ്റ്റർ ഒരിക്കൽ കൂടെ താങ്ക് യു. ഹാലേ നമ്മൾ ഏത് സിറ്റുവേഷൻ പറഞ്ഞാലും ഹാലേ ആമേ എനിക്ക് പറ്റത്തില്ല സിസ്റ്റർ ഒന്ന് കയറെന്ന് പറഞ്ഞാൽ ഹാലേ എപ്പോഴും റെഡിയായിട്ട് ഹാലേ ചില സഹോദരികൾ രാജി സിസ്റ്ററൊക്കെ ഓർത്തും തേജി സിസ്റ്റർ ഓർത്തൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹാലേ സ്തോത്രം. ആമേ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.